സോ ഹായ് എവരിവൺ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കരിയർ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഈ വീഡിയോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ഞാൻ റീസെൻ്റ്ലി സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് സെഷൻ ഞാൻ എൻ്റെ പ്രൊഫൈൽ വഴി കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാൻഡിഡേറ്റ്സിനും അല്ലാത്ത കാൻഡിഡേറ്റ്സിനും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരതെല്ലാം ഡിസ്കസ് ചെയ്തൊരു ഇൻസൈറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഞാൻ ഈ കരിയർ ഗൈഡൻസ് സെഷനിൽ മീറ്റ് ചെയ്ത കുറേ പേരുണ്ടായിരുന്നു. അവർ മൾട്ടിപ്പിൾ കരിയർ സ്വിച്ച് ചെയ്ത ആൾക്കാരുണ്ട്. ലൈക്ക് അവർ അക്കൗണ്ടിങ് പഠിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടിങ് പഠിച്ചു, ഡിസൈനിങ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, അപ്പോൾ അവർ ഡിസൈനിങ്ങിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി, ആൻഡ് ദെൻ ദേ ആർ പ്ലാനിങ് ടു ഷിഫ്റ്റ് ഇൻ ടു ഡിസൈനിങ്. അങ്ങനെ പല പല സ്റ്റേജസിലുള്ള പല പല കരിയർ പ്രൊഫൈലുള്ള ആൾക്കാരെ ഞാൻ ഈ കരിയർ ഗൈഡൻസ് സെഷനിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഇൻസൈറ്റ് എന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വൈ? ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു കരിയർ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ട്രെൻഡ് എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം എന്നുള്ള രീതിയിൽ പോകും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് AI ഇഷ്ടംപോലെ സ്കോപ്പ് ഉണ്ട്. ഓക്കെ, ഇനിയുള്ള ട്രെൻഡ് അതാണ്, അതിലത്തൊരു ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്, അപ്പോൾ ഞാൻ അതിലെന്തെങ്കിലും പഠിക്കണം, അതിലത്തൊരു ജോബ് നോക്കാം. അല്ലെങ്കിൽ വേറൊരാൾ എന്തെങ്കിലും ചെയ്തു, അവർക്ക് നല്ലപോലെ വർക്കൗട്ടായി, അവർക്ക് നല്ല സാലറി കിട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ ഇങ്ങനെയായിരുന്നു ചെയ്തത്, കസിൻ ബ്രദർ ഇങ്ങനെയായിരുന്നു ചെയ്തത്, അവരെല്ലാം സക്സസ്ഫുള്ളായി, ആ റൂട്ട് തന്നെ ഞാനും പിടിക്കാമെന്നുള്ളത്. ഇതെല്ലാം നല്ലതായിരിക്കും, ചിലവരുടെ ആ കാര്യത്തിൽ അത് വർക്കൗട്ട് ആവും. ബട്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങളുടെ കസിൻ ബ്രദർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടറിഞ്ഞ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും ബാക്കിയുള്ള സിറ്റുവേഷനും നിങ്ങളുടെ സെയിം സിറ്റുവേഷൻ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അവരുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ ഗോൾസും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ലൈഫിൻ്റെ ജേർണി പല പല ആംഗിളിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു കാര്യം സക്സസ്ഫുള്ളായി, അവരുടെ ലൈഫ് സക്സസ്ഫുള്ളായി പോകുന്നു എന്ന് പറഞ്ഞ് അതേ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫായിട്ട് അനലൈസ് ചെയ്ത് പ്രോപ്പർ കരിയർ ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോ വഴി പറയുന്നത്. സോ ദാറ്റ് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു കരിയർ സ്വിച്ച് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായി നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സും കൂടെ തിങ്ക് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഗോൾസും നിങ്ങളുടെ പാഷനും നിങ്ങളുടെ ഇൻട്രസ്റ്റും അതെല്ലാം ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കരിയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും പറ്റും. ആ ഒരു കരിയർ നിങ്ങൾക്ക് ലോങ് ടേം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഇപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും നല്ലപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ജോബ് കിട്ടി, അവർക്ക് നല്ല സാലറി കിട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അത് കണ്ടിട്ട് ഈ പറഞ്ഞ കോഴ്സൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കുന്നതെന്ന് വിചാരിച്ചോ, നിങ്ങളത് ജോബ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കുറച്ച് പാടുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ല എന്നൊക്കെ നിങ്ങൾ ചിലപ്പം പിന്നീട് അപ്ലൈ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഞാൻ എടുത്ത ഡിസിഷൻ റോങ് ആണെന്നുള്ളത്. പോട്ടെ, ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി വിടും. സബ്ജക്റ്റ് അല്ലാതെ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്ത് തുടങ്ങി, നിങ്ങൾക്ക് ഒരു ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോബാണ് ഇഷ്ടം, പക്ഷേ ഇതിന് ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി ഇല്ല. എക്സാമ്പിളാണ് കേട്ടോ, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് നിങ്ങൾ വർക്ക് ഫ്രം ഹോം എല്ലാം കണ്ട് ഇതിലേക്ക് വന്നതാണ്, പക്ഷേ വർക്ക് ഫ്രം ഹോം കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാലറി കിട്ടും, ഫ്രീലാൻസിങ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റോറിയുടെ വൺ സൈഡഡ് വേർഷനാണ് നിങ്ങൾ പലപ്പോഴും കേട്ട് നിങ്ങളതിൽ ഇമ്പ്രസ്ഡ് ആയി നിങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വൺ സൈഡഡ് സ്റ്റോറിയുടെ മറ്റേ സൈഡ് എന്താണെന്നുള്ളത് എന്തായാലും അറിയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് തനിയെ ഒന്ന് അസ്യൂം ചെയ്ത് മനസ്സിലാക്കി ഇത് ഞാൻ എടുക്കുന്ന ഡിസിഷൻ റൈറ്റ് ആണോ എന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ബേസിക്കലി നിങ്ങളൊരു കരിയർ സ്വിച്ച് ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അത് നിങ്ങൾ എന്തായാലും ഹെൽപ്പ്. Hi everyone, I am Jason Christopher. I am a digital marketing consultant and a business consultant with 10 plus years of experience, and I have done many other professions before. എൻ്റെ എല്ലാ പ്രൊഫഷനും എൻ്റെ പാഷനും എൻ്റെ ലൈക്സും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയ ഫീൽഡ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കരിയർ ഓപ്ഷൻസ് ആണ്. ഐ ഹാവ് ബീൻ ഇൻ ടു ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഐ ഹാവ് ബീൻ ഇൻ ടു കോണ്ടൻറ്റ് ക്രിയേഷൻ, സോഷ്യൽ മീഡിയ, ഐ ഹാവ് റൺ ബിസിനസ്സസ്. അപ്പോൾ അങ്ങനത്തെ പല പല സെക്ടേഴ്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സൈക്കോളജി. സോ ഞാൻ ഈ കരിയർ ഗൈഡൻസ് സെഷനെല്ലാം ഞാൻ ഓഫർ ചെയ്തത് സൈക്കോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ്റെ ബേസിസിലൊക്കെയാണ് ഞാനതിൽ ഓഫർ ചെയ്തത്. സോ റൈറ്റ് നൗ ഞാൻ ഇതിൽ പറയുന്ന ഇൻസൈറ്റ്സ് എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തതും ഞാൻ സൈക്കോളജിക്കലി പഠിച്ച ഓരോ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് തിങ്, നിങ്ങളൊരു കരിയർ സ്വിച്ച് ചെയ്യാൻ നോക്കുന്നു അല്ലെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗോൾസുമായിട്ട് ഇത് അലൈൻ ആയി പോകുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. സോ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളൊരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണ് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് പേഴ്സൺ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ ടൈപ്പ് ജോബും പറ്റണമെന്നില്ല, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാ ടൈപ്പ് ജോബ് പറ്റണമെന്നില്ല. സോ ബേസിക്കലി നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് സിങ്ക് ആവുന്നുണ്ടോ ആ ജോബ് എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ലോങ് ടേം ചെയ്യാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യം ഇവിടെ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസ് നിങ്ങൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്.
നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇതെല്ലാം അലൈൻഡ് ആയിട്ടാണോ ഈ ഒരു കരിയർ ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ ലോങ് ടേമിൽ പോകാനുള്ളതാണ്. ഇപ്പോൾ ഇതൊന്നും അലൈൻഡ് ആവുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു കരിയർ ഓപ്ഷൻ, നിങ്ങൾ ഏത് കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്താലും അതിൽ കുറച്ച് സ്കിൽസ് വേണമല്ലോ. അപ്പോൾ ആ സ്കിൽസ് നിങ്ങൾക്കുണ്ടോ എന്ന് സെൽഫായിട്ട് വാലുവേറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, ആ ജോബുമായി പോകാൻ പാകത്തിനുള്ള സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ആ ജോബിൽ നിങ്ങൾക്ക് അറിയുന്ന നോളജ് വെച്ച് നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള വീക്ക്നെസ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്തൊക്കെയായിരിക്കും എന്നെല്ലാം നിങ്ങളൊന്ന് ആദ്യം ഒന്ന് ഇരുന്ന് തിങ്ക് ചെയ്ത് നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, വേറൊരാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ആയിരിക്കത്തില്ല നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. അപ്പോൾ വേറൊരാൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം ആൾക്ക് സക്സസ്ഫുള്ളായി എനിക്ക് സക്സസ്ഫുൾ ആയില്ല എന്നുള്ളത് പറയുന്ന കൂട്ടത്തിൽ നമ്മളും ആ പേഴ്സണും തമ്മിൽ എത്രത്തോളം ഡിഫറൻസസ് ഉണ്ടെന്ന് കൂടെ നമ്മൾ ആലോചിക്കണം. എന്നാൽ മാത്രമേ അവരുടെ സക്സസ് നമുക്കും കിട്ടുമോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓൾസോ ഈ പേഴ്സണൽ വാല്യൂസിൽ വേറൊരു കാര്യം വരുന്നതാണ്, ഒരു വർക്ക് ലൈഫ് ബാലൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണോ അതോ നിങ്ങൾ ഭയങ്കര പ്രഷറിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ വർക്കഹോളിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണോ എന്നുള്ളത്. ബിക്കോസ് ഓരോ ജോബിനും ഓരോ റിക്വയർമെൻ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ നോക്കണം നിങ്ങൾ ആ ജോബ് ചൂസ് ചെയ്യുമ്പോൾ. ജോബിന് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടോ അതോ ലൈക്ക് ഒരു ഫുൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോബാണോ എന്നൊക്കെ നിങ്ങൾ ആദ്യമേ ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസ് ആയിട്ട് ആ ഒരു കരിയർ അലൈൻഡ് ആയി പോകുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്കുന്ന അതേ ലെവലിൽ തന്നെ നിങ്ങൾ നോക്കേണ്ട, ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കരിയർ ഓപ്ഷൻ നിങ്ങളുടെ ഗോൾസുമായിട്ട് അലൈൻഡ് ആവുന്നുണ്ടോ, നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, അതുമായി അലൈൻ ആയി പോകുന്ന കൈൻഡ് ഓഫ് ജോബ് ആണോ എന്നും കൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഒരു പേഴ്സണൽ വാല്യൂസിൻ്റെ അകത്ത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും ആ ജോബും നമ്മൾ ലോങ് ടേം സെറ്റായി പോകുമോ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിൽ എന്തൊക്കെയായിരിക്കും ചലഞ്ചസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ്, ഞാനിപ്പോൾ സൈക്കോളജിയിൽ കൺസൾട്ടിങ് എല്ലാം നേരത്തെ ചെയ്തിരുന്നപ്പോഴും ഈ കരിയർ കൺസൾട്ടിങ് ചെയ്തപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, സോഷ്യൽ സ്റ്റേറ്റസ് അങ്ങനത്തെ ഒരു കാര്യം ചിലവർ ഭയങ്കരമായിട്ട് മൈൻഡിൽ വെക്കാറുണ്ട്. എനിക്കൊരു IT കമ്പനി അല്ലെങ്കിൽ ഒരു MNC കമ്പനിയിലത്തെ ജോബ് ആണെങ്കിൽ മാത്രമായിരിക്കും എൻ്റെ സ്റ്റേറ്റസിനും എൻ്റെ ഫാമിലിക്കും ഇഷ്ടപ്പെടുന്നത്. അത് നമ്മുടെ തന്നെ ഇഷ്ടമാണോ അതോ നമ്മുടെ സൊസൈറ്റി പ്രഷറിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ആയിട്ടുള്ളൊരു കാര്യമാണോ എന്നെല്ലാം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ഇപ്പോൾ നല്ലൊരു ജോബാണെങ്കിലും MNC അല്ല ആ കമ്പനി, അല്ലെങ്കിൽ അത് ഇൻഫോ പാർക്കിലതൊരു കമ്പനി അല്ല, പക്ഷേ അവിടെ സാലറി ഉണ്ടാവും. ബട്ട് ഇൻഫോ പാർക്കിലത്തെ കമ്പനി അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പോവാതെയും ഇരിക്കും. അതുകൊണ്ട് എൻ്റെ സൊസൈറ്റി പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞത് പേഴ്സണൽ വാല്യൂസ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് സോഷ്യൽ വാല്യൂസ് ആണ്. അപ്പോൾ സോഷ്യൽ വാല്യൂസിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അവരൊക്കെ ആയിട്ട് നിങ്ങൾ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, അങ്ങനത്തെ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ജോബ് കാരണം നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ബർഡൻ ആവും, നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് ആവും, നിങ്ങളത് എഫക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ആദ്യമേ ക്രോസ് ചെക്ക് ചെയ്യണം. സോ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും അങ്ങനത്തെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ബിക്കോസ് ആ ഒരു ട്രേറ്റ്സ് നോക്കുന്നതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ചില ജോബ്സ് നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോബ്സ് ആയിരിക്കും. നിങ്ങൾ വേറെ ആൾക്കാരായിട്ട് ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും, വേറെ ഒരാൾക്കാരെ മീറ്റ് ചെയ്യാനും, ഔട്ട്റീച്ച് ചെയ്യാനും, ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യാനും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ജോബ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഇൻട്രോവേർട്ട് എന്നുള്ളൊരു നേച്ചറിലത്തെ ഒരാളാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇതിലെല്ലാത്തിലും ഒരു ഡിഫിക്കൽട്ടി തോന്നും. ആദ്യം നിങ്ങൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യായിരിക്കും, ബട്ട് ലോങ് ടേമിലത്തേക്ക് മേ ബി നിങ്ങൾക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു വർക്ക് നേച്ചറും കാര്യങ്ങളെല്ലാം നിങ്ങൾ കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യുന്നതിൽ കൺക്ലൂഡ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ വാല്യൂ, നിങ്ങളുടെ സോഷ്യൽ വാല്യൂസ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലാണ് വേണ്ടത്. ലൈക്ക് നിങ്ങൾക്കൊരു റിച്ച് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലോട്ടാണോ പോകേണ്ടത്, അതോ ഇപ്പോൾ പോകുന്ന പോലത്തെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ മതിയോ, നിങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക് ഗോൾസ് എന്താണ്, ഇതെല്ലാം ആ ഒരു ജോബിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ. ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ഹയർ ഡെസിഗ്നേഷൻ ജോബിൽ പ്രൊമോഷനൊക്കെ കിട്ടി പോകുമ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നിങ്ങളുടെ ആ ഒരു കരിയറിന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിട്ട് സിങ്ക് ആയി പോകാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉണ്ടോ, ഇതെല്ലാം നിങ്ങൾ ആദ്യമേ തന്നെ നോക്കണം. പിന്നീടൊരു റിയലൈസേഷൻ വന്ന് ഇങ്ങനെയൊന്നും ഈ ജോബിന് പറ്റത്തില്ല, ഇതിന് സാലറി ഭയങ്കര കുറവാണ്, ഇതിന് കൂടുന്ന പ്രൊമോഷൻ കിട്ടിയാലും ഹൈക്ക് കിട്ടുന്നത് കുറവാണ് എന്നുള്ള റിയലൈസേഷൻ പിന്നീട് വരുമ്പം നിങ്ങൾ ഓൾറെഡി അത്രയും ഇയേഴ്സ് കടന്നു പോയിട്ടുണ്ടാകും. ഇനി വീണ്ടും റീതിങ്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആയിരിക്കും. പിന്നെ ഭയങ്കര കഷ്ടപ്പെട്ട് നിങ്ങൾ ആ ജോബ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഇതെല്ലാം ഒന്ന് റിസർച്ച് ചെയ്ത് വേറെ ആൾക്കാരൊക്കെ സംസാരിച്ച് മാത്രം ആ ഒരു കരിയർ പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചലഞ്ചസ് എല്ലാം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതെല്ലാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല 1 year 2 year എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓൾറെഡി ഒരു സാലറി ഏൺ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കത് പറ്റാത്തൊരു ജോബാണെന്ന് നിങ്ങൾ 2 years 3 years എല്ലാം കഴിഞ്ഞാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇനി വീണ്ടും വേറൊരു ജോബ് നോക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഫ്രഷറായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇയേഴ്സ് പോയി, ഈ 2-3 years കൊണ്ട് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്സും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രഷറിൽ നിന്ന് ഒരു ടൈമിലത്തെ ഒരു എമൗണ്ട് ആയിരിക്കത്തില്ല നിങ്ങളുടെ ഒരു ലിവിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ ആ കൂടുതൽ എമൗണ്ട് നിങ്ങൾ ഇനി വീണ്ടും കരിയർ സ്വിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ഒരു സാലറി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫ് കുറേ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ പോകേണ്ടി വരും. അപ്പോൾ ഇത്രയും സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഇപ്പം നിങ്ങൾ ആ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ
നിങ്ങളിങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ റിസർച്ച് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഗോൾസും എല്ലാം വെച്ച് കമ്പയർ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാത്രം ആ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഞാൻ ഈ കരിയർ ഗൈഡൻസ് സെഷൻ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷൻ ഉണ്ട്. ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷനിൽ വരുന്ന ആൾക്കാരാണെങ്കിലും കരിയർ ഗൈഡൻസിൽ വന്ന ആൾക്കാരാണെങ്കിലും അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ്: അവരുടെ എഡ്യൂക്കേഷൻ വേറെ ഡിഗ്രി ആയിരുന്നു, അവരിപ്പോൾ ചെയ്യുന്ന ജോബ് വേറെയാണ്, അവർ ജോബിൽ വീണ്ടും സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടും ആ ജോബിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും കൂടുതൽ ഒരു ഹൈ സാലറി ജോബിലും പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ വീണ്ടും കരിയർ സ്വിച്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവർ വീണ്ടും ഫ്രം ദ സ്ക്രാച്ച് ഫ്രഷർ ലെവലിലോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് പൊതുവേ ഈ പറഞ്ഞ കരിയർ ഗൈഡൻസ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും ഗ്രോത്ത് മൈൻഡ് സെറ്റ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും പറയാറുള്ളത്. ആൻഡ് അവർ ഈ പറഞ്ഞ കരിയർ ഗൈഡൻസ് സെഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കരിയർ ഗൈഡൻസ് സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സ്ട്രെങ്തും വീക്ക്നസ്സും എല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. ആ അനലൈസ് ചെയ്യുന്ന ടൈമിലാണ് അവർ പോലും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവർ ചൂസ് ചെയ്യേണ്ടിയിരുന്ന കരിയർ പാത്ത് ഇതല്ലായിരുന്നു. ആൻഡ് ആ കരിയർ പാത്ത് അവർ ഓൾറെഡി അവരുടെ ഒരു ഓപ്ഷനായി പണ്ടെപ്പോഴോ അവരുടെ മൈൻഡിലുണ്ട്. പക്ഷേ എന്തൊക്കെയോ റീസൺസ് കാരണം അവരത് കൺസിഡർ ചെയ്തില്ല. വേറെ ആൾക്കാർ പോയതിൻ്റെ പിറകെയോ അല്ലെങ്കിൽ ആ ട്രെൻഡിൻ്റെ പിറകെയൊക്കെ പോയി അവർ വേറെ റോങ് വേയിൽ അവർ ജേർണി ചെയ്താണ് ഇപ്പം ഈ ഒരു പോയിന്റിൽ എത്തിയത്. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കരിയർ ഗൈഡൻസ് സെഷനും അവരുടെ പ്രൊഫൈലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സൈക്കോളജിക്കലി അനലൈസ് ചെയ്യുമ്പോഴാണ് അവർ പോലും ഇതെല്ലാം എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ അവർ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ബിക്കോസ് ഓഫ് സം റീസൺസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളത് അവർ പോലും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഇത്രയും ബിസി ലൈഫ് സ്റ്റൈലിൽ ഇരിക്കുമ്പം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് സാലറി കിട്ടി മുന്നോട്ട് പോകാനേ നോക്കത്തുള്ളൂ. അല്ലാതെ നമ്മളെടുത്ത ഡിസിഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് റീതിങ്ക് ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനുമുള്ളൊരു ടൈം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ സെഷനിൽ അവർ വന്നപ്പോഴാണ് നമ്മളങ്ങനെ കുറേ ഡീറ്റെയിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അവർ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും അവർ നമ്മുടെ കൂടെ ആ ജേർണിയിൽ ഒന്ന് റീതിങ്ക് ചെയ്യുകയാണല്ലോ. അപ്പോഴാണ് അവർക്ക് ആ പോയിൻറ്റ്സ് എല്ലാം കണക്റ്റായി വന്ന് ഇങ്ങനെയും ചെയ്യാമായിരുന്നു, എൻ്റെ ഡിസിഷൻ ഞാൻ അന്നെടുത്തത് റോങ് ആയിപ്പോയി എന്നുള്ളത് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും കറക്റ്റുള്ളൊരു കരിയർ പാത്തിലേക്ക് അവർക്ക് വീണ്ടും മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ഫുൾ റീവൈൻഡ് ചെയ്ത് പോയി അവിടെ പോയി ശരിയാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് വന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ഇഷ്ടങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചായിരിക്കും നമുക്ക് ആ ഈ കരിയർ ഇനി ബെറ്റർ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കരിയർ ഗൈഡൻസ് സെഷനിൽ നമ്മൾ ആ പ്രൊഫൈൽ വെച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന എല്ലാവരും ചിലപ്പോൾ കരിയർ ഗൈഡൻസ് സെഷൻ എടുക്കാൻ പറ്റണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പ്രിവ്യൂ ആണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ച്വൽ കരിയർ ഗൈഡൻസ് സെഷൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ വീഡിയോയിൽ പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് അത് അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോകും. അത് മാത്രമല്ല, ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്യാൻ പറഞ്ഞാലും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സെൽഫ് അനലൈസ് ചെയ്താലും വേറൊരു തേർഡ് പേഴ്സൻ്റെ വ്യൂ പോയിൻറ്റും കൂടെ വെച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഡീപ്പർ മീനിങ്ങും നിങ്ങൾ ചിന്തിക്കാത്ത ആംഗിൾസ് മനസ്സിലാവുകയും ചെയ്യും. ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് വേറെയാണ്, നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് വേറെയാണ്. അപ്പോൾ പക്ഷേ എന്നാലും ഈ പറഞ്ഞ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നിങ്ങൾക്കൊന്ന് സെൽഫ് അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് എങ്ങനെ തിങ്ക് ചെയ്യണം, എന്തൊക്കെ ഫാക്ടേഴ്സ് തിങ്ക് ചെയ്യണമെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കരിയർ ജേർണി ഇനി എങ്ങനെ ബെറ്റർ ആക്കണം, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് എൻ്റെ കരിയറിൽ ഇൻക്ലൂഡ് ചെയ്താൽ എനിക്ക് ബെറ്റർ പൊസിഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഗ്രോ ചെയ്യണമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, കരിയർ റിലേറ്റ് ചെയ്ത എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, നിങ്ങൾക്കത് സെൽഫായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കരിയർ ഗൈഡൻസ് സെഷൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. കരിയർ ഗൈഡൻസ് സെഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് വെച്ച് നിങ്ങൾ സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഫ്യൂച്ചർ ഗോൾസ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കരിയറുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കരിയറിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, ആ കരിയർ ചെയ്യാനുള്ള എല്ലാ സ്ട്രെങ്ത്തും സ്കിൽസും എല്ലാം നിങ്ങൾക്കുണ്ടോ. ഈ ഒരു കരിയറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ ഏതൊക്കെ ഏരിയയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, ആ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏരിയ നിങ്ങൾക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണോ. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോബ് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണോ തോന്നുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയി തോന്നുന്നത്, അല്ലെങ്കിൽ ഇനി അത് ഹാപ്പി ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാൽ ഹാപ്പി ആവാൻ പറ്റും. മേ ബി ഒരു വർക്ക് ലൈഫ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹാപ്പി ആവാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തേനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ സാലറി ആണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ബേസിക് ആയിട്ടുള്ളൊരു അനാലിസിസ് വഴി തന്നെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ലെവൽ കുറച്ചും കൂടെ ബെറ്റർ ആവാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് ഉള്ളൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നോക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് വെച്ച് എന്തായാലും ഒരുവിധം സെൽഫ് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെഷൻ എൻക്വയർ ചെയ്യാമെന്നുള്ളത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ. അപ്പോൾ നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസ്, സോഷ്യൽ വാല്യൂസ്, ലൈഫ് സ്റ്റൈൽ, മോറൽ വാല്യൂസ്, ഇങ്ങനത്തെ പല ഫാക്ടേഴ്സ് നിങ്ങൾ
മൈൻഡിൽ തിങ്ക് ചെയ്യണം. അങ്ങനെ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾ നിൽക്കാമെന്ന് വിചാരിച്ചോ. ഞാൻ പൊതുവെ ആൾക്കാർ പറയുന്നതും ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു അപ്ഡേറ്റ് വന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നെന്ന് വിചാരിച്ചോ. നോർമലി ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രോപ്പർ ബേസ് ഉള്ള ഒരാളാണെങ്കിൽ പുതിയ എന്ത് അപ്ഡേറ്റ് വന്നാലും നമുക്ക് സെൽഫായിട്ട് പിക്കപ്പ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ നമ്മൾ ആ ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അതിലൊരു അപ്ഡേറ്റ് വരുമ്പോൾ നമുക്കിത് ഡിഫിക്കൽട്ടായി തോന്നുന്നത്. എന്താണെന്ന് മനസ്സിലാവാനൊക്കെ നമുക്ക് ഡിഫിക്കൽട്ട് ആവുന്ന ആ പ്രോപ്പർ ബേസ് കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒട്ടുമേ അതിൽ ഇൻട്രസ്റ്റ് അല്ലാത്തതുകൊണ്ടോ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ നമ്മളിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു ജോബായിട്ട് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പൊതുവെ ആൾക്കാർ പറഞ്ഞ് കേൾക്കാറുണ്ട്. അവർക്ക് പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എങ്ങനെ അപ്സ്കിൽ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മേ ബി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് വേറൊരു ട്രെൻഡിൻ്റെ പുറകെ വന്ന് പെട്ട ഒരു ജോബോ കരിയറോ ആവാം. അല്ലെങ്കിൽ വേറൊരാൾ ചെയ്ത് സക്സസ്ഫുള്ളായി കണ്ടുകൊണ്ട് നിങ്ങളും അതിൽ മോട്ടിവേറ്റഡായി ജോയിൻ ചെയ്താവാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഓൺ ഇഷ്ടങ്ങളും കാര്യങ്ങളും സ്ട്രെങ്ത്തും ഇതൊന്നും തിങ്ക് ചെയ്യാതെ ആയിരിക്കും ചിലപ്പോൾ അതിലേക്ക് വന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. പുതിയതായി കരിയറൊക്കെ ബിൽഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ്, ഫ്രഷർ ആണെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ തിങ്ക് ചെയ്തിട്ട് മാത്രം ഒരു കരിയർ ഡെസിഷൻ എടുക്കുക. ഓൾസോ നിങ്ങൾ കരിയർ സ്വിച്ച് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഐ തിങ്ക് ഈ ഒരു കാര്യങ്ങൾ പുതിയൊരു കരിയറിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും ചിന്തിച്ചിട്ട് മാത്രം പുതിയ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാം. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ. അപ്പോൾ കരിയർ ഗൈഡൻസിനെ പറ്റി, ഈ സെഷനെ പറ്റിയിട്ടോ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലെ ലിങ്ക് കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ്ലി വന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും. സോ കരിയർ റിലേറ്റ് ചെയ്ത് വേറെ വീഡിയോസ് എന്തെങ്കിലും ഞാൻ സംസാരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരിയർ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം, ആ കരിയർ ഓപ്ഷനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കമൻറ്റ് ചെയ്താൽ മതി. അത് നോക്കിയിട്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. If you haven't subscribed to this YouTube channel, subscribe it so that you'll get more updates in the coming days. ഞാൻ പുതിയ വീഡിയോസ് ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, റിലേറ്റഡ് ടു കരിയർ, റിലേറ്റഡ് ടു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഓൺടർപ്രണർഷിപ്പ്, ഇതിനൊക്കെ പറ്റി കൂടുതൽ ടോപ്പിക്സ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.